ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ നമ. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്നലെ വിഭീഷണന് ആശ്രയം കൊടുത്ത് ലങ്കാധിപതിയായി അഭിഷേകം ചെയ്തു. ജ്യേഷ്ഠനായ രാവണനെതിരെ ശ്രീരാമസേനയോടൊപ്പം ആണ് ഇനി മുതൽ നാം രാക്ഷസനായ വിഭീഷണനെ കാണുന്നത്. 27ാം ദിവസമായ ഇന്ന് യുദ്ധകാണ്ഡത്തിലെ ശുഗബന്ധനം, സേതുബന്ധനം, രാവണശുഗ സംവാദം, ശുഗൻ്റെ പൂർവ്വവൃത്താന്തം, മാല്യവാൻ്റെ വാക്യം എന്നീ ഭാഗങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇനി ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ശുഗബന്ധനമാണ്, ശുഗനെ ബന്ധിക്കുന്നതാണ് ശുഗബന്ധനം. ശുഗൻ ആരായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ലേ നല്ലത്. ശുഗൻ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു. ഇപ്പോൾ രാവണൻ്റെ ദൂതനായിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ട് ഈ വാനപ്രസ്ഥം കാലത്ത് ഇങ്ങനെ കാനനത്തിൽ താമസിക്കുമ്പോൾ ഭാര്യ കാനനത്തിൽ താമസിക്കുക. വളരെ പണ്ഡിതനായിരുന്നു, ശ്രേഷ്ഠനായിരുന്നു, മഹായോഗിയായിരുന്നു ശുഗൻ. എല്ലാവർക്കും വളരെ പ്രിയങ്കരനുമായിരുന്നു. അപ്പോൾ ഈ നമുക്കറിയാം, രാവണനെ പോലെയുള്ള രാക്ഷസന്മാരുടെ ശല്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ യാഗങ്ങളൊക്കെ നടത്തുമ്പോൾ രാക്ഷസന്മാരുടെ ഉപദ്രവം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ രാക്ഷസന്മാരെ നശിപ്പിക്കുന്നതിനായിട്ടാണല്ലോ മിക്കവാറും യാഗങ്ങളൊക്കെ നടത്തിയിരുന്നത്. അങ്ങനെ ഈ ദേവന്മാരുടെ അഭ്യുദയത്തിനും രാക്ഷസന്മാരുടെ നാശത്തിനുമായിട്ട് ഇങ്ങനെ യാഗങ്ങൾ നടത്തി വരുന്ന കാലം ഈ മഹാദുഷ്ടനും അസുരന്മാരിൽ പ്രധാനിയുമായിരുന്ന വജ്രദംഷ്ട്രൻ, ആ മാല്യവാൻ്റെ മകനാണ് ഈ വജ്രദംഷ്ട്രൻ എന്ന് പറഞ്ഞാൽ. ഈ ശുഗൻ്റെ ഇങ്ങനെയുള്ള നടപടികളിലൊക്കെ വളരെ വിരോധിയായി ഭവിക്കുകയും ശുഗനെ ഏതെങ്കിലും രീതിയിൽ അപകീർത്തിപ്പെടുത്തണമെന്ന് ഉദ്ദേശത്തോടെ നടക്കുകയായിരുന്നു. അപകീർത്തിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, അവനിട്ടൊരു പണി കൊടുക്കണം എന്ന് പറയില്ല. അങ്ങനെ ശുഗനെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കണമെന്നുള്ള ചിന്തയോടെ അങ്ങനെ ഒരു ദിവസം ഈ ശുഗൻ്റെ ഇങ്ങനെ അപേക്ഷപ്രകാരം തൻ്റെ ആശ്രമത്തിലേക്ക് അഗസ്ത്യമുനിയെ ക്ഷണിച്ചു വരുത്തുകയാണ് ശുഗമഹർഷി. അപ്പോൾ ശുഗൻ ഇങ്ങനെ വിളിച്ച് ആശ്രമത്തിലെത്തിച്ചേർന്ന അഗസ്ത്യമുനി കുളിച്ച് വന്ദനം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ കുളിക്കുന്നതിനായിട്ട് ഭക്ഷണം പാകം ചെയ്യുമ്പോഴേക്കും കുളിച്ചിട്ട് വരാനായിട്ട് പുറത്തേക്ക് പോകുന്നു. പോയ ഉടനെ തന്നെ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരുപാട് നാളായി ഭക്ഷണത്തിൻ്റെ കൂടെ മാംസം കഴിച്ചിട്ട്, അതായത് മാംസം കൂട്ടി ഭക്ഷണം കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. നല്ല ഛാഗമാംസം എന്ന് പറഞ്ഞാൽ ആടിൻ്റെ മാംസമാണ്, തയ്യാറാക്കി വെക്കണമെന്ന് പറഞ്ഞു. ഇത് പറയുന്നത് ഈ വജ്രദംഷ്ട്രൻ അഗസ്ത്യമുനിയുടെ വേഷത്തിൽ വന്ന് പറയുന്നതാണ്. അഗസ്ത്യമുനി കുളിക്കാൻ പോകുന്നത് നോക്കി നിന്ന് ആ സമയത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവും. ഇത് പാവം ശുഗൻ അറിയുന്നില്ല. യഥാർത്ഥ അഗസ്ത്യ മഹർഷി കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും പാവം ശുഗപത്നി ആടിനെ കൊന്ന് കറിയൊക്കെ വെച്ച് വിളമ്പുകയാണ്. ഇതിനിടെ ഈ വജ്രദംഷൻ ശുഗൻ്റെ ആ ഭാര്യയുടെ വേഷം ധരിച്ച് ഭക്ഷണം വിളമ്പുന്ന ആ അഗസ്ത്യ മഹർഷിയെ വശീകരിക്കാനൊരു ശ്രമവും നടത്തുന്നുണ്ട്. അങ്ങനെ വജ്രദംഷ്ട്രൻ അത് കഴിഞ്ഞ് പോകുന്നു. ഇതാരും അറിയുന്നില്ല. അഗസ്ത്യ മഹർഷി ഭക്ഷണത്തിൻ്റെ കൂടെ മാംസം കണ്ട് ശുഗനെ ശപിക്കുകയാണ്, മർത്യരെ ഭക്ഷിച്ച് രാക്ഷസനായി ഭൂമിയിൽ വാഴുക എന്ന്. ശുഗൻ വിചാരിക്കുകയാണ്, ഇതെന്ത് വിചിത്രം, മാംസം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇദ്ദേഹം എന്നെ ശപിക്കാൻ കാരണമെന്ത്? എന്താണ് കോപത്തിന് കാരണം? എൻ്റെ ദുഷ്കർമ്മം എന്നല്ലാതെ എന്ത് പറയാൻ? ഇതിങ്ങനെ ശുഗൻ പറയുന്നത് കേട്ടപ്പോൾ അഗസ്ത്യൻ ചോദിച്ചു, പറയൂ സുഹൃത്തെ, എന്താ ഇങ്ങനെ ഇപ്പോൾ പറയാൻ കാരണം? എന്താ നീ ഇപ്പോൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ശുഗൻ പറയും, കുളിക്കാൻ പോയപ്പോൾ അങ്ങ് തിരിച്ചു കയറി വന്ന് ഭോജനത്തിൻ്റെ കൂടെ മാംസം വേണമെന്ന് പറഞ്ഞുവല്ലോ, അതിന് പ്രകാരമാണ് ഇങ്ങനെ ചെയ്തത്. അഗസ്ത്യൻ തൻ്റെ തപശക്തി കൊണ്ട് ആ മനക്കണ്ണുകൊണ്ടെല്ലാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അഗസ്ത്യൻ വീണ്ടും പറയുകയാണ്, നമ്മൾ രണ്ടുപേരും ഒരുപോലെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ആ മായാവി രാക്ഷസൻ്റെ വേലയാണിതെല്ലാം. ഞാനും ഒന്നും ആലോചിക്കാതെ നിന്നെ ശപിച്ചു കളഞ്ഞുവല്ലോ. എൻ്റെ ശാപം ഫലിക്കാതിരിക്കില്ല. സന്മാർഗിയും സത്യസന്ധനുമായ നിന്നെ ശപിക്കേണ്ടി വന്നത് എൻ്റെ കർമ്മഫലം. ഞാൻ ശാപമോക്ഷം തരുന്നുണ്ട്. മേലിലെല്ലാം മംഗളമായി ഭവിക്കും. ഈ രാവണൻ സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് നീ ആ രാക്ഷസൻ്റെ എത്രയും
ഭൃത്യനായിട്ടും വരും. രാമൻ വാനരസേനയുമായി യുദ്ധം ചെയ്യാൻ വരുമ്പോൾ അവരുടെ അവസ്ഥയും നീക്കങ്ങളും അറിഞ്ഞു വരുവാനായിട്ട് നിന്നെ രാവണൻ അയക്കും. ദൂതനായി അയക്കുമ്പോൾ, ദൂതനല്ല ചാരനായി അയക്കുമ്പോൾ നീ അവിടെ ചെന്ന് രാമനെ വണങ്ങി നമസ്കരിച്ച് പിന്നെ തിരിച്ച് ലങ്കയിൽ ചെന്ന് രാവണനോട് എല്ലാ വിശേഷങ്ങളും പറഞ്ഞിട്ട് ആത്മജ്ഞാനോപദേശം കൊടുക്കണം ഈ രാവണന്. അങ്ങനെ തിരിച്ച് നിന്നെ അവിടെ നിന്ന് ഓടിക്കും രാവണൻ. അപ്പം നീ ശ്രീരാമൻ ദേവൻ്റെ അടുത്ത് തന്നെ അഭയം പ്രാപിച്ച് ചെല്ലുകയും നീ ശ്രീരാമന് ഏറ്റവും പ്രിയപ്പെട്ടവനായി തീരുകയും ചെയ്യും എന്ന്. പിന്നീട് രാക്ഷസഭാവം മാറി മുൻപത്തെ പോലെ ബ്രാഹ്മണനായി ശിഷ്ടകാലം കഴിയാം. ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിക്കുവാണ് അഗസ്ത്യമുനി. ആ ശുഗനെയാണ് നമ്മളിപ്പോൾ ഇവിടെ ശുഗബന്ധനത്തിൽ കാണാൻ പോകുന്നത്. കാണുന്നില്ല, അശരീരിയാണ് കേൾക്കുന്നത്, ആകാശത്തു നിന്നാണ് സംസാരം കേൾക്കുന്നത്. അപ്പോൾ സുഗ്രീവ ഇങ്ങനെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. സുഗ്രീവ, രാക്ഷസരാജനായ രാവണൻ്റെ വാക്കുകൾ കേൾക്കുക. നീ എനിക്ക് സഹോദരനെ പോലെയാണ്. ബാലിയുടെ അനുജനായി നിന്നോട് എനിക്ക് ഒരു വിരോധവുമില്ല. എന്നോട് നിനക്കും വിരോധമില്ലല്ലോ. ഞാൻ ഇത് രാവണൻ്റെ വാക്കുകൾ ചാരനായ ശുഗൻ പറയുന്നതാണ്. ഞാൻ രാമൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടു പോകുന്നതിന് നിനക്കെന്താ? വാനരസേനയോടുകൂടി ശീഘ്രം പോവുക കിഷ്കിന്ധയിലേക്ക്. എൻ്റെ ലങ്കാപുരം ദേവന്മാർക്ക് പോലും അപ്രാപ്യമാണെടോ. കേവലം ദുർബലന്മാരായ വാനരന്മാരും നിസ്സാരരായ മനുഷ്യരാലും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതെല്ലാം നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. ഇങ്ങനെ കേട്ടതും വാനരന്മാരെല്ലാവരും കൂടി എഴുന്നേറ്റിട്ട് ശുഗനെ ചാടിപ്പിടിച്ച് ഇടിയോടിടിയാണ്. ഇടി കൊണ്ട് അവശനായി ശുഗൻ. അവൻ കേണു തുടങ്ങി. രാമ 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 പ്രഭോ കാരുണ്യവാരിധേ, എന്നെ ഇങ്ങനെ കൊല്ലാൻ പോവാണ്. ദൂതനെ കൊല്ലുമാറില്ല നാഥ, ധർമ്മത്തെ രക്ഷിക്കണേ, ഈ വാനരന്മാരെ ഓടിച്ചു കളയണേ. മാനവവീര, ഇവരെന്നെ കൊല്ലുന്നതിന് മുമ്പ് രക്ഷിക്കണേ രക്ഷിക്കണേ. ഇങ്ങനെ ശുഗൻ്റെ നിലവിളി കേട്ട് ശ്രീരാമൻ വാനരന്മാരെ തടയുകയാണ്. വാനരന്മാരുടെ ഇടി നിന്നു. ആ ഇടി നിന്നപ്പോൾ സന്തോഷത്തോടെ ശുഗൻ സുഗ്രീവനോട് പറയുകയാണ്, സുഗ്രീവ, ഞാൻ എന്താണ് രാവണനോട് തിരിച്ച് എന്ന് പറയേണ്ടത്? അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, ബാലിയെ കൊന്നതുപോലെ നിന്നെയും കൊല്ലേണ്ടതായിരുന്നു. നിന്നെ മാത്രമല്ല, നിൻ്റെ ഭാര്യയെയും മക്കളെയും എല്ലാം ചേർത്ത് സകുടുംബം. ശ്രീരാമപത്നിയെ മോഷ്ടിച്ച ആ കള്ളനെ കൊന്നിട്ട് ജാനകിയെ എനിക്ക് അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുപോകണം എന്ന് ചെന്ന് പറയുന്നു. ശ്രീരാമൻ വേഗം പറഞ്ഞു, ഇവനെ ബന്ധിക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടേ വിട്ടയക്കാവൂ എന്ന് പറയുന്നു. ശുഗനെ വാനരന്മാർ ബന്ധിച്ചിട്ട് കാത്തു സൂക്ഷിക്കുകയാണ്. ഒരു പ്രത്യേക കൂട്ടിലിട്ട് അടച്ചു വെച്ചേക്കുകയാണ്. ആ വ്യാഘ്രങ്ങളെപ്പോലെ ബലവാന്മാരായ വാനരന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദൂതനാണല്ലോ ശുഗൻ. ശുഗനെ ഇങ്ങനെ ബന്ധിച്ചല്ലോ. അപ്പോൾ ഈ ശുഗനെ നിരീക്ഷിക്കാനായിട്ട് ശാർദൂലൻ എന്ന് പറയുന്ന വേറൊരു ചാരനെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശാർദൂലൻ എന്ന രാക്ഷസൻ തിരിച്ച് രാവണനോട് ചെന്ന് പറയുകയാണ് ഇങ്ങനെ ശുഗനെ ബന്ധിച്ച കാര്യവും മറ്റും. അപ്പോൾ രാവണൻ അനന്തരം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. അടുത്തത് ഇവിടെ സേതുബന്ധനമാണ് കൊടുത്തിരിക്കുന്നത്. സേതുബന്ധനം എന്ന് പറഞ്ഞാൽ ചിറ കെട്ടുന്ന, അതായത് പാലം പണിയുന്നതിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സേതുബന്ധനം, സേതു ഡാം, ചിറ, അണ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ശ്രീരാമൻ, ലക്ഷ്മണൻ, സുഗ്രീവൻ തുടങ്ങി മറ്റ് വാനരന്മാരെല്ലാവരും ചേർന്നിരുന്ന് ആലോചിക്കുകയാണ്, നമ്മളെങ്ങനെ സമുദ്രം ചാടിക്കിടക്കും, 100 യോജന വിസ്താരമുള്ളതാണല്ലോ ഒക്കെ. ഇങ്ങനെ അവരെങ്ങനെ ചെയ്യാം എന്നാലോചിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവർക്കും കൂടി തോന്നുകയാണ്. എല്ലാവരും വാനരന്മാർ ഒന്നിച്ച് പറയുകയാണ്, നമുക്ക് സമുദ്രദേവനെ പ്രാർത്ഥിച്ചാൽ നിവൃത്തി ഉണ്ടാകും എന്ന് പറയുകയാണ്. അപ്പോൾ സമുദ്രദേവൻ വരുണനാണല്ലോ, ആ വരുണനെ പ്രാർത്ഥിച്ചാൽ എല്ലാത്തിനും നിവൃത്തി ഉണ്ടാകും. എല്ലാവരും അത് സമ്മതിക്കുകയാണ്. ഉടനെ തന്നെ ശ്രീരാമൻ എഴുന്നേറ്റ് കിഴക്കോട്ട് തിരിഞ്ഞ് ദർഭ വിരിച്ച് ഭക്തിയോടെ വരുണനെ സ്മരിക്കുകയാണ്. അവിടെ വളരെ വിനയത്തോടെ ഭഗവാൻ 14 ലോകങ്ങൾക്കും അധിപനായ ഭഗവാൻ അങ്ങനെ മനുഷ്യരെ പോലെ സമുദ്ര ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അവിടെ ആ ലോകേശ്വരൻ 3 ദിവസം ഉപവസിച്ച്, അഹോരാത്രം എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ഇല്ലാതെ പ്രാർത്ഥിച്ച് സമുദ്രം അനങ്ങിയില്ല. ഭഗവാന് ദേഷ്യം വന്നു. വളരെയധികം ക്രുദ്ധനായിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, അമ്പും വില്ലും കൊണ്ടുപോവാ ലക്ഷ്മണ, ഇന്ന് എനിക്ക് പെരുവഴി തന്നില്ലെങ്കിൽ എൻ്റെ അമ്പും വില്ലും കൊണ്ടുള്ള പരാക്രമം എന്താണെന്ന് ഈ സമുദ്രം അറിയും. ഈ സമുദ്രത്തെ ഞാൻ വറ്റിക്കും. എൻ്റെ പൂർവികന്മാരാണ് ഈ സമുദ്രത്തെ ഇന്നത്തെ നിലയിൽ സമ്പന്നമാക്കിയത്, അതായത് അത് വളർത്തത്. ഇതിനു മുമ്പും അത് പറഞ്ഞിട്ടുണ്ട്. സകരപുത്രന്മാരാണല്ലോ
സമുദ്രത്തെ വളർത്തിയത്. അത് ഹനുമാൻ ലങ്കയിലേക്ക് ചാടുമ്പോഴും സമുദ്രദേവൻ പൊങ്ങി വന്നിട്ട് മൈനാകത്തിനോട് പറയുന്നുണ്ട്, എന്നെ വളർത്തിയത് ഇവരാണ്, ഈ ശ്രീരാമൻ്റെ വംശക്കാരാണ്. അതുകൊണ്ട് ഹനുമാൻ രാമകാര്യാർത്ഥം പോകുന്ന ഹനുമാന് നീ ആശ്രയം നൽകണം എന്ന് പറയുന്നുണ്ട്. ഇവിടെയും പറഞ്ഞു, എൻ്റെ പൂർവികന്മാരാണ് ഈ സാഗരത്തെ വളർത്തിയത്, ആ സമുദ്രം ഞാൻ തന്നെ ഇല്ലാതെയാക്കും എന്ന് ക്രുദ്ധനായിട്ട് പറയുമ്പോൾ ശ്രീരാമൻ വില്ല് കുലച്ച് പിടിക്കുമ്പോഴേക്കും ഇങ്ങനെ വില്ലിൽ അമ്പിങ്ങനെ തൊടുത്ത് വെക്കുമ്പോഴേക്കും സമുദ്രദേവൻ പാവം വളരെ ഇങ്ങനെ ആ രാജാവിൻ്റെ വേഷത്തിലാണ് വരുന്നത്. സർവാഭരണ വിഭൂഷിതനായിട്ട് കയ്യിൽ കുറേ വില പിടിച്ച രത്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. രത്നങ്ങളെല്ലാം ശ്രീരാമൻ്റെ കാൽക്കലേക്ക് വെച്ചിട്ട് വളരെ ഭക്തിയോടെ പ്രാർത്ഥിച്ച് പറയുകയാണ്, ഇങ്ങനെ ഇന്ന് ഞാൻ വാരിധിയെ ഭസ്മമാക്കും എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും പേടിച്ചു പോകും ശ്രീരാമൻ്റെ ആ ദേഷ്യത്തിൽ. ഇത് കേട്ടിട്ട് കാടുകളും മലകളും പർവ്വതങ്ങളും എല്ലാം വിറച്ചു എന്നാണ് പറയുന്നത്. സൂര്യൻ്റെ ശോഭ മങ്ങി, സമുദ്രം ഇളങ്ങി പറഞ്ഞ് ഉഗ്രമായ തിരമാലകളടിച്ചു, മുതലുകളും മറ്റ് ജലജീവികളും എല്ലാം പേടിച്ചു. വരുണൻ ഭയഭീതനായിട്ടാണ് ശ്രീരാമൻ്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ആ വിലയേറിയ രത്നങ്ങളൊക്കെ സമർപ്പിച്ചിട്ട്, രക്ഷിക്കണേ ത്രൈലോക്യപാലക വിഷ്ണു ജഗൽപദേ പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമ രമാപദേ ത്രാഹിമാം ത്രാഹിമാം. ഇങ്ങനെ ഈ മുന്നം അങ്ങയാൽ കൽപ്പിക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയവയാണ് ഈ ഞങ്ങളെല്ലാം. അതായത് സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങളിൽ ഒന്നാണല്ലോ ജലം. ഈ പഞ്ചഭൂതങ്ങളിൽ തമോ ഗുണം ഏറ്റവും കൂടുതലും ജലത്തിനാണ്. ഇത് സമുദ്രദേവൻ പറയുന്നതാണ്. അങ്ങനെ തമോ ഗുണം ഏറ്റവും കൂടുതലായത് ജലത്തിനായതുകൊണ്ട് തമോ ഗുണ സൃഷ്ടികൾക്ക് അലസതയും നിദ്രയും കൂടുതലായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, അലസതയും നിദ്രയും കൂടുതൽ. അതായത് സത്വഗുണപ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാവിഷ്ണുവിനെ പോലെയുള്ള ദേവന്മാർ സത്വഗുണപ്രധാനികളായിരിക്കും. അതുപോലെ തന്നെ മറ്റ് രജോ ഗുണ സൃഷ്ടികൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രജാപതികൾ, ക്ഷത്രിയന്മാരൊക്കെ അവർക്ക് സൃഷ്ടിയിലായിരിക്കും താല്പര്യം കൂടുതൽ. അതുപോലെ തന്നെ അവർക്ക് കുറേ കൂടെ ശൗര്യം കൂടും. അപ്പോൾ ഇവിടെ തമോ ഗുണപ്രധാനനായിട്ടാണ് പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഭഗവാൻ അറിയാമല്ലോ. അപ്പോൾ ഭഗവാന്റെ തന്നെ സൃഷ്ടിയല്ലേ. ഇവിടെ ഭഗവാന്റെ നിയോഗത്തെ ആർക്കാണ് തടസ്സപ്പെടുത്താൻ കഴിയുക? നിർഗുണനായ നിന്തിരുവടി ഗുണങ്ങളെ സ്വീകരിച്ച് പല പല രൂപങ്ങളായി, എന്നിട്ടോ വിരാട് പുരുഷനായി വിരാജിക്കുകയാണ്. ആ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികൾക്കും കാരണഭൂതനായ ആ വിരാട് പുരുഷൻ്റെ അംശങ്ങളാണല്ലോ ദേവന്മാർ. സത്വഗുണികളായിട്ട് ദേവന്മാരും, രജോ ഗുണികളായിട്ട് പ്രജാപതികളും, തമോ ഗുണികളായിട്ട് പഞ്ചഭൂതങ്ങളും. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ സൃഷ്ടിച്ചു വച്ചിരിക്കുക. ഇങ്ങനെയുള്ള നിന്തിരുവടിയുടെ ആ പരമാത്മസ്വരൂപത്തെ, അവിടുത്തെ ലീലകൾ മൂഢനായ ഞാൻ അറിയുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അറിയാത്തത്? തമോ ഗുണി ആയതിനാലാണ് അറിയാൻ കഴിയാതെ പോയത്. ഇപ്രകാരം ശിക്ഷിക്കാൻ ഒരുമ്പെട്ടതിനാൽ ഞങ്ങളെപ്പോലെയുള്ള മൂഢന്മാർക്ക് ഭഗവാനെ ഇന്ന് ദർശിക്കാനുള്ള അവസരം കിട്ടി. പരമാത്മസ്വരൂപം പ്രത്യക്ഷമായി. ഭഗവാനെ രാമ പ്രഭോ ത്രാഹിമാം. ദുഷ്ടമൃഗങ്ങളെ വടികൊണ്ട് അടിക്കുന്നത് പോലെ ധർമ്മത്തെ രക്ഷിക്കാനായിട്ട് ഞങ്ങളെപ്പോലെയുള്ള മൂഢന്മാരെ ധർമ്മമാർഗത്തിൽ നയിക്കാനും അങ്ങേപ്പോലുള്ളവർ തന്നെ ശരണം. ശ്രീരാമചന്ദ്ര ത്രാഹിമാം ത്രാഹിമാം രാമ, ലങ്കയിലേക്കുള്ള വഴി ഞാനിതാ നിനക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞ് സമുദ്രം അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുകയാണ്. പിന്നെയും സ്തുതിച്ച് ഇങ്ങനെ പറയുകയാണ്. ആ സ്തുതിച്ച് വരുണനോട് പറയുകയാണ്, എൻ്റെ ബാണത്തിനൊരു ലക്ഷ്യം വേണം. ഞാനിങ്ങനെ തൊടുത്തു വെച്ചിരിക്കുന്നത് ലക്ഷ്യത്തിൽ എത്താതെ തിരിച്ചെടുക്കാനാവില്ല, അതുകൊണ്ട് ലക്ഷ്യം പറഞ്ഞു തരൂ എന്ന് സമുദ്രദേവനോട് പറഞ്ഞപ്പോൾ വരുണൻ പറഞ്ഞു, കാരുണ്യ സിന്ധു, എൻ്റെ ഉത്തരഭാഗത്ത്, അതായത് എൻ്റെ തീരപ്രദേശത്തായിട്ട് മനോഹരമായ ഒരു പ്രദേശമുണ്ട്. അവിടെ പാപികളായ കുറേ രാക്ഷസന്മാർ മറ്റുള്ളവരെ ഉപദ്രവിച്ച് ജീവിക്കുന്നുണ്ട്. ബാണം അവരെ ലക്ഷ്യമാക്കി അയച്ചാലും അത് ലോകോപകാരപ്രദമായി തീരട്ടെ. ശ്രീരാമൻ ബാണം അങ്ങോട്ടേക്ക് അയക്കുന്നു. ലക്ഷ്യത്തിലെത്തി രാക്ഷസന്മാരെയെല്ലാം വധിച്ചിട്ട് ബാണം തിരികെ വന്ന ആവനാഴിയിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ പാപികളായ രാക്ഷസന്മാർ വധിക്കപ്പെട്ടതിനാൽ ആ പ്രദേശം വളരെ പവിത്രവും ശാന്തവുമായിട്ട് മുഖ്യ ജനവാസ കേന്ദ്രങ്ങളിലൊന്നായി മാറുകയാണ്. പിന്നീട് വരുണൻ പറയുകയാണ്, സേതു ബന്ധിക്കുന്നതിനുള്ള ആ നിർദ്ദേശം കൊടുക്കുകയാണ് വരുണൻ. വിശ്വകർമാവിൻ്റെ മകനായ നളൻ്റെ നേതൃത്വത്തിൽ സേതു ബന്ധിക്കുക. വിശ്വകർമാവ് നമുക്കറിയാം ദേവന്മാരുടെ ശില്പിയാണ്. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്ന എഞ്ചിനീയറാണ് വിശ്വകർമാവ്. ആ വിശ്വകർമാവിൻ്റെ മകനാണ് നളൻ. നളന് ഇങ്ങനെയുള്ള നിർമ്മാണ പ്രക്രിയകളിലൊക്കെ വൈദഗ്ധ്യം കൂടും. അതുകൊണ്ട് ലോകദുരിതം ഇല്ലാതെയായി അങ്ങയുടെ
കീർത്തിയും ലോകം മുഴുവൻ വ്യാപിക്കും. പറഞ്ഞു തൊഴുത് വരണദേവൻ മറയുന്നു. ഉടനെ തന്നെ സുഗ്രീവൻ ആ നളനെ വിളിച്ച് ആജ്ഞാപിക്കുകയാണ്. ശ്രീരാമനെ വന്ദിച്ചിട്ട് പരാക്രമശാലികളായ പർവ്വതതുല്യ ശരീരികളായ വാനരന്മാർ പർവ്വത പാഷാണ പാദപജാലങ്ങൾ, പർവ്വതങ്ങളും പാഷാണങ്ങളും, പാദപം എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ, ജാലങ്ങൾ, വൃക്ഷജാലങ്ങൾ, പാദപജാലം വൃക്ഷക്കൂട്ടങ്ങളാണ്. പർവ്വത ശരീരന്മാരായ വാനരന്മാർക്ക് ഒരു മരം ഒന്നും പിഴുതു കൊണ്ടുവരിക എന്നുള്ളത് വിഷമമുള്ള കാര്യമല്ല. അവരെ ഇതെല്ലാം ഓരോന്നോരോന്നായി എടുത്ത് കൊണ്ടുവന്നിങ്ങനെ എറിയുവാണ്. നമ്മളൊരു നിർമ്മാണം തുടങ്ങുമ്പോൾ ആദ്യം ഒരു പൂജ ഉണ്ടല്ലോ, കല്ല് വയ്ക്കുക എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഇവിടെയും പൂജയാണ് പാലം നിർമ്മിക്കാനുള്ള. അങ്ങനെ പൂജ നളൻ എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങോട്ട് എറിയുകയാണ്. അപ്പോൾ 25 യോജന വിസ്തൃതിയിൽ ഇങ്ങനെ ഒരു 100 യോജന നിർമ്മിക്കാൻ പദ്ധതിയിട്ട് ഇങ്ങനെ പണി തുടങ്ങുമ്പോൾ ഇങ്ങനെ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന് പേരിട്ട് അവിടെ ഒരു ശങ്കരൻ, അതായത് പരമേശ്വരനെ പ്രതിഷ്ഠിച്ചിട്ടാണ്. നമുക്കറിയാം രാമേശ്വരം വളരെ പ്രസിദ്ധമാണ്, അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനെ പറ്റിയാണ് പറയുന്നത്. ശ്രീരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് അവിടെ ആ ശങ്കരൻ്റെ പ്രതിഷ്ഠ. പിന്നീട് ഇങ്ങനെ പറയുകയാണ്, ശ്രീരാമൻ പറയുകയാണ്, ഇവിടെ വന്ന് ഈ രാമേശ്വരത്ത് വന്ന് ഈ സേതുബന്ധനവും കണ്ട് ഈ പരമേശ്വരനായ ആ രാമേശ്വരനെയും ഭക്തിയോടുകൂടി ഭജിച്ചാൽ എത്ര വലിയ പാപിയായാലും, അതിനി ബ്രഹ്മഹത്യാദി പാപമായാൽ പോലും അതിൽ നിന്നും മുക്തനായിട്ട് മോക്ഷം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുളിച്ച് ശ്രീപരമേശ്വരനെ കണ്ട് വണങ്ങി ശുദ്ധമാനസനായി വാരണാസിയിൽ ചെന്നിട്ട് ഗംഗയിൽ സ്നാനം ചെയ്യണം. ഗംഗാജലത്താൽ പരമേശ്വരൻ അഭിഷേകം നടത്തണം. എന്നിട്ട് താമസിയാതെ തിരിച്ചു വന്ന് ഈ രാമേശ്വരത്ത് വന്നിട്ട് വീണ്ടും സ്നാനം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാപമെല്ലാം തീർന്ന് എന്നിൽ സായുജ്യം പ്രാപിക്കുന്നു എന്നാണ് ശ്രീരാമൻ പറഞ്ഞത്. ആദ്യ ദിവസം തന്നെ ഇങ്ങനെ നളൻ്റെ നേതൃത്വത്തിൽ 14 യോജന ദൂരം പണി തീർന്നു. പിറ്റേന്ന് 20 യോജന, അതിന് പിറ്റേന്ന് 21 യോജന, അതിനടുത്ത നാൾ 22 യോജന, അതിനടുത്ത നാൾ 23 യോജന. അങ്ങനെ 5-ാം നാളായപ്പോഴേക്കും 100 യോജന വിസ്താരമുള്ള പാലം പണിത് കഴിഞ്ഞു 5 ദിവസം കൊണ്ട്. വാനരന്മാരെല്ലാം അത്യധികം സന്തോഷത്തോടെ ഈ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. വീണ്ടും ശ്രീരാമൻ മാരുതിയുടെ കഴുത്തിൽ കയറി, ലക്ഷ്മണൻ അങ്കദൻ്റെ കഴുത്തിൽ കയറിയിട്ട് വാനരപ്പടയോടുകൂടി ആ സുബേലാചലത്തിൻ്റെ മുകളിലെത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നു ലങ്കാപുരി, ദേവലോക സമാനമായ ലങ്കാപുരിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ ലങ്കാപുരി നിർമ്മിച്ചത് ദേവേന്ദ്രന് വേണ്ടി. നമ്മൾ ഈ മസൂറിയിലും ഒക്കെ പോകുന്നത് പോലെ ഡാർജിലിംഗ് ഒക്കെ ഉള്ള സുഖവാസ കേന്ദ്രമാണ് ദേവേന്ദ്രൻ്റെ. അങ്ങനെ സുഖവാസ കേന്ദ്രമായിട്ട് ത്രികൂടാചലോപരി ദേവലോക സമാനമായിട്ട് പണിത ആ ലങ്കാപുരിയാണത്. അവിടെ നിന്ന് രാക്ഷസന്മാർ പോയി കഴിഞ്ഞ് വീണ്ടും വന്ന് അവിടെ ചേക്കേറിയതാണ് അവർ. അങ്ങനെ ദേവലോക സമാനമായ ലങ്കാപുരി കാണുകയാണ്. ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഗോപുരങ്ങളൊക്കെ അങ്ങനെ ശ്രീപരമേശ്വരൻ്റെ കൈലാസം പോലെ വിളങ്ങുകയാണ്. പിന്നെ മാരുതി ഒന്ന് പറയുന്നുണ്ട് സ്വർണ്ണ മതിലുകളാണെന്ന്, ഇല്ലേ ഗോപുരങ്ങളൊക്കെ. ആ മതിലുകൾ ആ സ്വർണ്ണ നിറത്തിലുള്ള അത് സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുകയാണ്. മാത്രമല്ല ആ പ്രാസാദങ്ങൾ എന്ന് പറഞ്ഞാൽ മണിമന്ദിരങ്ങളാണ്, കൊട്ടാരം, കാസിൽ എന്ന് പറയുന്നത്. അങ്ങനെ ആ പ്രാസാദങ്ങളുടെ മുകളിലായിട്ട് രത്നസിംഹാസനത്തിൽ വിരാജിക്കുകയാണ് സാക്ഷാൽ രാവണൻ. രാവണനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 10 തല, 20 കൈകൾ, 10 തലയിലും കിരീടങ്ങൾ, ആ രാജകീയ പ്രൗഢിയോടെ ആ രാജസഭ പോലെ മന്ത്രിമാരൊക്കെ ചുറ്റുമിരിക്കുന്നു. നല്ല സുന്ദരികളായ തരണീമണികൾ ഇങ്ങനെ വെഞ്ചാമരം വീശിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ദ്വാരപാലകന്മാർ ചുറ്റും സേവിക്കാനായിട്ട് രാക്ഷസന്മാർ. അങ്ങനെ അവർക്ക് കാണാം ഇങ്ങനെ ഈ സുബേലാചലത്തിൻ്റെ മുകളിൽ നിന്ന് ഇവരെല്ലാവരും ഇങ്ങനെ കാണുകയാണ് രാക്ഷസനെ. അതുപോലെ അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നാം ഒരു ശുഗനെ കെട്ടിവെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞിട്ടേ അഴിച്ചു വിടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നാം കെട്ടിവെച്ചിരിക്കുന്ന ശുഗനെ കെട്ടഴിച്ചു വിടുക. എന്നിട്ട് ശുഗനോട് പറയുകയാണ്, ആ രാവണനോട് ഇതുവരെയുള്ള വൃത്താന്തങ്ങൾ അറിയിക്കുക, ഒന്നും വിട്ടുപോകരുത്. ശുഗനും ശ്രീരാമനെ വണങ്ങിയിട്ട് രാവണൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇനി രാവണ ശുഗ സംവാദം എന്ന ഭാഗമാണ്. ശുഗൻ ചെന്ന് രാവണനെ വന്ദിക്കുന്നു. രാവണൻ ചോദിക്കുകയാണ്, എന്തേ നീ ഇത്ര വൈകാൻ കാരണം? എന്താ നിൻ്റെ മുഖത്തൊരു ക്ഷീണഭാവം? വ്യസനിക്കാതെ പറയടോ. ശുഗൻ പറയുന്നു, രാക്ഷസരാജൻ വിജയിക്കട്ടെ. അവിടെ ചെന്ന് ഭവാൻ പറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ അവർ എന്നെ കൊല്ലാനൊരുങ്ങി. ഞാൻ
രാമരാമ പ്രഭോ പാഹിമാം പാഹിമാം എന്ന് കരഞ്ഞു. ആ ദയാപരൻ ദൂതനെ കൊല്ലരുത് എന്ന് ആദരവോടെ പറഞ്ഞ് എന്നെ വിട്ടയച്ചു. എല്ലായിടവും ഞാൻ നടന്നു കണ്ടു. ആ ശ്രീരാമദേവൻ്റെ അനുവാദത്തോടെ തന്നെയാണ് നടന്നു കണ്ടത്. ഇങ്ങനെ ഭവാനോട് ഉണർത്തിക്കാൻ പറഞ്ഞു, സീതയെ നൽകുക, അല്ലെങ്കിൽ യുദ്ധത്തിനൊരുങ്ങുക, ഒട്ടും വൈകരുത്, രണ്ടും ഒരുപോലെയാണ് എനിക്ക്. എന്ത് ധൈര്യത്തിലാണ് നീ ചോരനെ പോലെ വന്ന് സീതയെ കെട്ടത്? ആ ധൈര്യം ഇപ്പോഴും ഉണ്ടെങ്കിൽ യുദ്ധം ചെയ്യുക. എൻ്റെ ഉള്ളിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന രോഷം തീർക്കാനായി ഞാൻ ലങ്കാപുരവും നിശാചര സേനയും ശരവർഷങ്ങളാൽ നശിപ്പിക്കുന്നുണ്ട്. രാക്ഷസ ശ്രേഷ്ഠനായ ഭവാന് ധൈര്യമുണ്ടെങ്കിൽ പുറപ്പെടുക. നിന്റെ സേനയോടും സോദരന്മാരോടുമൊപ്പം ഞാനും നിന്നെ വധിക്കാനായി ഇവിടെ കാത്തിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ഇവിടെ ശുഗൻ എല്ലാം വിവരിച്ചു കഴിഞ്ഞു. അവിടുത്തെ കാഴ്ചകളെല്ലാം വീണ്ടും ഇങ്ങനെ തുടർന്ന് പറയുകയാണ്. പർവ്വതാകാരന്മാരായ വാനരന്മാരാണ്, ഭൂമി കുലുങ്ങുംവണ്ണമാണ് ഗർജിച്ചു കൊണ്ടുവരുന്നത്. ഈ 3 ലോകങ്ങളും ഭസ്മമാക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അവർ. അസംഖ്യം വാനരന്മാർ. അവർ എത്ര പേരുണ്ടെന്ന് പണ്ഡിതന്മാർക്ക് പോലും ഗണിക്കാൻ പറ്റില്ല. അതായത് എണ്ണാൻ പറ്റാത്തത്ര, അസംഖ്യം എന്നർത്ഥം. ഇനി വാലും പൊന്തിച്ച് നിൽക്കുന്ന അവരെ കണ്ടാൽ കാലനും പേടിച്ചോടും. വീണ്ടും തുടരുകയാണ് ശുഗൻ. രാവണനെ ഓരോരുത്തരെയായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ സുബേലാജലത്തിൻ്റെ മുകളിൽ ഇവർ നിൽക്കുന്നതും കാണാം. അങ്ങനെ ആ നിൽക്കുന്നത് വന്യനന്ദനായ, അതായത് അഗ്നിദേവൻ്റെ മകനായ നീലൻ, അവരുടെ സേനാപതിയാണ് ഈ നീലൻ. അതിനടുത്ത് നിൽക്കുന്നത്, ആ നിൽക്കുന്ന സുന്ദരനെ കണ്ടോ? ആ വാലുകൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കുന്നത്, അത് ബാലിയുടെ മകനായ യുവരാജാവ് അങ്കദനാണ്. അതിനടുത്ത് നിൽക്കുന്നവൻ ശ്വേതൻ, അതിനടുത്ത് നിൽക്കുന്നവൻ രംഭൻ, അവൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ബലവാനായ ശരഭൻ. ഇനി അടുത്തത് മൈന്ദനാണ് നിൽക്കുന്നത്. മൈന്ദനും അവൻ്റെ അനുജൻ വിവിധനും. അവർ രണ്ടുപേരും ദേവവൈദ്യന്മാരായ അശ്വിനി ദേവന്മാരുടെ മക്കളാണ്. ഇനി അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടോ? ആ നിൽക്കുന്നതാണ് പ്രധാന ശില്പിയായ വിശ്വകർമാവിൻ്റെ മകൻ നളൻ. ഇനിയുമുണ്ട്, എല്ലാവരെയും പറയാൻ പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ഒരുപാട് വാനരന്മാരുടെ പേരുണ്ട് ഇവിടെ. ഇങ്ങനെയുള്ള പരാക്രമികളായ 67 കോടി ഉണ്ടെന്നറിഞ്ഞാലും ഇതുകൂടാതെ 21 വെള്ളം പട ദേവാംശ സംഭവന്മാരായവർ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ അംശമാണ് ഈ കവികൾ. നമുക്കറിയാം, ബ്രഹ്മാവ് ഇങ്ങനെ അപേക്ഷിച്ചപ്പോൾ തന്നെ ദേവന്മാരോട് പറയുന്നുണ്ടായിരുന്നു, ശ്രീരാമൻ ത്രേതായുഗത്തിൽ ഇങ്ങനെ രാവണനെ നിഗ്രഹിക്കാനായിട്ട്, ധർമ്മത്തെ സംരക്ഷിക്കാൻ അവതരിക്കുമ്പോൾ നിങ്ങൾ ശ്രീരാമ സഹായത്തിനായിട്ട് കപികളായി ജനിച്ച് അവിടെ കാത്തിരിക്കണമെന്ന് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരാണ് ഈ ദേവാംശ സംഭവന്മാരായ കപികൾ. ഈ 21 വെള്ളം പട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 21 വെള്ളം ഞാൻ കഴിഞ്ഞതിന് മുമ്പിലത്തെ ദിവസം പറഞ്ഞിരുന്നു. 21 വെള്ളം എന്ന് പറഞ്ഞാൽ 100 കോടിയാണ് ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദേവാംശ സംഭവന്മാരായ ആ കവികൾ, അതും ദേവാരികളെ കൊന്നൊടുക്കുവാനായി. ദേവാരികൾ ഇവിടെ നിശാചരന്മാരാണ്. ശ്രീരാമദേവനും മനുഷ്യനല്ല, അദ്ദേഹം ആദിനാരായണനായ പരംപുരുഷോത്തമനാകുന്നു. സീത യോഗമായാദേവിയും ആ ലക്ഷ്മണൻ ആദിശേഷനുമാകുന്നു. അങ്ങ് ഇനി ശ്രീരാമദേവനും സീതാദേവിയും ലോകപിതാവും ലോകമാതാവുമായ അവരോട് വൈരമുണ്ടാവാൻ എന്താണ് പ്രഭോ കാരണം? സീതാദേവിയെ കൊണ്ടുപോയി കൊടുത്തിട്ട് തൃപ്പാദദാസനായിരിക്കുക, ദിവ്യമായ വിഷ്ണുപദം ഗമിക്കുക, അല്ലാത്ത പക്ഷം കീഴ്പോട്ട് പോയി നരകത്തിൽ പതിക്കും. ഇങ്ങനെ അജ്ഞാനനാശനമായ ശുഗൻ്റെ വാക്കുകൾ കേട്ട് അത്യന്തം രോഷത്തോടെ ഈ രാവണൻ ശുഗനോട് പറയാണ്, നീ ഇപ്പോൾ ഭൃത്യനായ നീ ഇപ്പോൾ എൻ്റെ ആചാര്യനെ പോലെ എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയോ? പണ്ട് നീ എനിക്ക് ചെയ്ത ഉപകാരസ്മരണ കൊണ്ട് നിന്നെ ഞാൻ വധിക്കുന്നില്ല. പൊയ്ക്കോ എൻ്റെ മുമ്പിൽ നിന്ന്. നീ ഇവിടെ നിന്നാൽ, ക്ഷണം കൂടി നിന്നാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ആ ശുഗൻ്റെ അഗസ്ത്യമുനി ശപിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ശാപമോക്ഷം കിട്ടണമെങ്കിൽ ഇങ്ങനെ തിരിച്ചു വന്ന് രാവണന് ആത്മജ്ഞാനോപദേശം കൊടുക്കണമെന്ന്. ഇതിൽ കുറച്ചും കൂടെ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ പലതവണ പറഞ്ഞ കാര്യങ്ങളാണ്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ദേഹം സൃഷ്ടിച്ചിരിക്കുന്നതും ആത്മാവിൻ്റെ മഹത്വം, പരമാത്മജ്ഞാനം, അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജഡായു സ്തുതിയിൽ, കബന്ധസ്തുതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് വിസ്തരിക്കുന്നില്ല. ഇനി നമുക്കടുത്തത് ശുഗൻ്റെ
കഥ പറഞ്ഞു ഞാൻ. ഇനി ഇതിൽ കിടക്കുന്നത് ശുഗൻ്റെ പൂർവ്വ വൃത്താന്തമാണ്, അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് മാല്യവാൻ്റെ വാക്യെന്നാണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മാല്യവാനെ അവതരിപ്പിച്ചിരിക്കുന്നത് കൈകസിയുടെ പിതാവായിട്ടാണ് ഈ ബുക്കിൽ. ശരിക്കും ഈ ഉത്തരരാമായണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കൈകസിയുടെ പിതാവ് സുമാലിയാണെന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക, പേജ് നമ്പർ 348 വന്നിതു രാവണമാതാവു തൻ പിത ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. രാവണമാതാവ് എന്ന് പറഞ്ഞാൽ രാവണൻ്റെ മാതാവ് തൻ പിത. രാവണമാതാവ് കൈകസി, കൈകസിയുടെ പിതാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയല്ല. ഇനി ഇതിലെവിടെയാണ് ശരിയെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അടുത്തത് പറഞ്ഞിരിക്കുന്നത് കേൾക്കുക. ഇനി സുന്ദരി എന്ന പേരാം മാല്യവാനുടെ പത്നി സുന്ദരഗാത്രി പെറ്റിട്ടുണ്ടായി പുത്രന്മാരും മത്തനും ഉന്മത്തനും വജ്രദംഷ്ട്രനും പിന്നെ സുപ്തഘ്നൻ വിരൂപാക്ഷൻ ദുർമുഖൻ യജ്ഞാന്തകൻ എന്നിവരേഴുപേർക്കും സോദരിയായിട്ടുണ്ടായി വന്നിതു കന്യകയും അനലയെന്നു പേരായി. ഇനി അടുത്ത് ശ്രദ്ധിക്കുക. പിന്നെയ സുമാലിതൻ വല്ലഭാകേതുമതി തന്നെ പുത്രന്മാരായി 10 പേരുണ്ടായി വന്നു. കന്യകമാരും 4 സുമാലിക്കും മന്നവ ചൊല്ലിയിടുവൻ. അവർകളുടെ പേരും പ്രഹസ്തൻ വികടനും ധൂമ്രാക്ഷനകമ്പനൻ മഹത്വമേറും സുപാർശ്വൻ ദണ്ഡൻ സംഹ്രാദിയും പ്രജംഘൻ കാലധനുസ്സും ഭാസശ്രവണനും ബകയും പുഷ്പോൽക്കട കൈകസി കുംഭീനസി. ഇവിടെ ഈ കൈകസി സുമാലിതൻ വല്ലഭ കേതുമതി തന്നെ പുത്രന്മാരായി 10 പേരും കന്യകമാരും 4 സുമാലിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെയാണ് 2 തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇത് വായിച്ച് എന്തായാലും സുമാലിയുടെ മകളാണ് കൈകസി. വീണ്ടും വേറൊരിടത്ത് പറയുന്നുണ്ട്, വൈശ്രവണനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട് സുമാലി, നീ വൈശ്രവണനെ പോയി സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുമാലിയാണ് യഥാർത്ഥത്തിൽ. ഇത് മാല്യവാൻ അച്ഛൻ്റെ സഹോദരനായിട്ടാണ് വരുന്നത്. നമുക്കത് അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. അപ്പം മാല്യവാൻ എന്തായാലും പിതൃ സഹോദരനാണെങ്കിലും മകൻ്റെ സ്ഥാനമാണ്, ഉപദേശിക്കാൻ അർഹതയുണ്ട്. മാല്യവാൻ രാവണനെ കാണാൻ വരികയാണ്. വളരെ ആദരപൂർവ്വം രാവണൻ സ്വീകരിച്ചിരുത്തുന്നു. പിന്നെ അവനെ പറയുകയാണ് മാല്യവാൻ, ഞാൻ നിൻ്റെ നന്മയ്ക്കായി ചില കാര്യങ്ങൾ പറയാനാണ് വന്നത്. നിൻ്റെ ഇഷ്ടം പോലെ നീ യുക്തം പോലെ പ്രവർത്തിക്കുക. ജാനകിയെ ലങ്കയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പല ദുർനിമിത്തങ്ങളും നമുക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അതിഭയങ്കരമായി ഇടിവെട്ടുന്ന ശബ്ദം, ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു എന്ന് പറഞ്ഞാൽ ശിവലിംഗങ്ങളൊക്കെ സ്വയം ഇങ്ങനെ ഇളകി വിയർക്കുന്നു. ചൂടുകൊണ്ട് വിയർപ്പിന് പകരം ചോര ഒഴുകുകയാണ്. ആ ദേവിയായ ആ കാളി ദംഷ്ട്രകളോടെ ഇങ്ങനെ നാവ് പുറത്തേക്കിട്ട് ചിരിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പശുക്കളിൽ നിന്ന് കഴുതക്കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. മൂഷികൻ പൂച്ചയോട് പിണങ്ങുന്നു. സാധാരണ പൂച്ച എലിയോടല്ലേ പിണങ്ങുന്നത്, ഇത് തിരിച്ചാണ്. അതുപോലെ തന്നെയാണ് കീരിയും പാമ്പും ഗരുഡനും. ഇവരെല്ലാം പരസ്പരം ശത്രുക്കളാണ് അല്ലേ. പാമ്പുകളുടെ ശത്രുക്കളാണ് ഗരുഡൻ. അതുപോലെ തന്നെ കീരിയും പാമ്പും എന്ന് നമ്മൾ പറയും, രണ്ടും പരസ്പര ശത്രുക്കളാണ്. ഇത് ബലമുള്ളവർ ബലമില്ലാത്തവരെയാണ് സാധാരണ ആക്രമിക്കുന്നതും എതിർക്കുന്നതും. ഇവിടെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ദുർനിമിത്തങ്ങൾ കാണുന്നു എന്ന് വന്ന് പറയുന്നത്. എന്തോ ആപത്ത് സുനിശ്ചിതമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ രാക്ഷസ വംശത്തെ രക്ഷിക്കാനായി ഈ ദുർനിമിത്തങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യണം. ആദ്യമായി നീ ആ സീതയെ തിരികെ രാമനെ ഏൽപ്പിക്കുക. വിദ്വേഷമെല്ലാം ഉപേക്ഷിച്ച് ആ പരമാത്മാവിനെ ശരണം പ്രാപിക്കുക. അതായത് ഈ മഹാന്മാരായ യോഗികൾ പോലും മനുഷ്യനായ ശ്രീരാമ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിച്ചിട്ട് ആശ്രയിച്ചിട്ട് സംസാര വാരാനിധിയെ തരണം ചെയ്യുന്നു. അതായത് നമ്മുടെ ഈ ലൗകിക ദുഃഖങ്ങളാകുന്ന സമുദ്രത്തെ തരണം ചെയ്യുന്നു എന്നാണ്. ആ ഭക്തി കൈക്കൊണ്ട് അന്ധക്കരണം ശുദ്ധമാക്കി ജ്ഞാനികളെ പോലെ മുക്തിയെ പ്രാപിക്കുക. നീയും അപ്രകാരം ഭക്തിമാർഗം സ്വീകരിച്ച് നമ്മുടെ വംശത്തെ രക്ഷിക്കുക. രാവണ, സാക്ഷാൽ മുകുന്ദനെ സേവിക്കുക. വംശരക്ഷയ്ക്കായി ശാന്തനായി രാവണനോട് ഇപ്രകാരം പറഞ്ഞതിനെ കേട്ടിട്ട്
ആ മനുഷ്യനായ രാമനെ ഇങ്ങനെ സേവിക്കാനും പൂജിക്കാനും എന്താണ് കാരണം? ആ മർക്കടന്മാരെ ആശ്രയിക്കുന്ന രാമനെ സേവിക്കാൻ പറഞ്ഞ അങ്ങ് എനിക്ക് നിശ്ചയമായും ആ രാമൻ പറഞ്ഞയച്ചിട്ടായിരിക്കുമോ ഇവിടെ വന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ അങ്ങ് വൃദ്ധനായിക്കൊണ്ടിരിക്കുകയല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് അയക്കാം ആരെയെങ്കിലുമൊക്കെ സേവകന്മാരെ, ഇങ്ങനെ നടന്ന് ബുദ്ധിമുട്ടണ്ട എന്നൊക്കെ പറഞ്ഞ് ഈ ഇദ്ദേഹത്തെ യാത്ര അയക്കുകയാണ്. അവിടെ ഈ ഭാഗം തീരുകയാണ്. നമുക്കിന്ന് 27-ാം ദിവസത്തെ കഥയും ഇവിടെ അവസാനിപ്പിക്കാം. നാളേക്കായി കാത്തിരിക്കുക 28-ാം ദിവസത്തെ കഥയ്ക്ക് വേണ്ടി. നമുക്ക് ഇനി നാളെ യുദ്ധമാണ്, യുദ്ധവിശേഷങ്ങളൊക്കെയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.